ഹലോ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP BCom BBA ഫസ്റ്റ് സെമസ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. BBAയുടെ മേജർ പേപ്പറും അറ്റ് ദ സെയിം ടൈം BComൻ്റെ മൈനർ പേപ്പറുമായിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ളി ബ്രീഫായിട്ട് ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ നമ്മുടെ ആദ്യത്തെ ഒരു മൊഡ്യൂളിൻ്റെ പേര്. സോ നമുക്ക് ആ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നിങ്ങളുടെ FIUGPയുടെ ഒരുപാട് വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. നമ്മുടെ പെയ്ഡ് ക്ലാസ് എടുത്തവർക്ക് നമ്മുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ് വെറും 299 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. നിങ്ങളുടെ എല്ലാ കോഴ്സും അതിൻ്റെ PDF-ഉം PPT ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. സോ ക്രാക്ക് കോഴ്സ് അഡ്മിഷൻ വേണ്ടവർ നിങ്ങൾക്ക് 14 ഡേയ്സിൻ്റെയും പിന്നെ അതേപോലെ തന്നെ 26 ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. വേണ്ടവർ ഉടൻ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ബോട്ടുമായിട്ട് കണക്റ്റ് ആക്കുക. സോ നമുക്ക് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഡ്യൂറിങ് പർച്ചേസിങ് ഡിസിഷൻസ്. അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസ്യൂമറിൻ്റെ ഫസ്റ്റ് ഫൈനൽ ആക്ഷനാണ് ആ ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു പർച്ചേസിങ് ഡിസിഷനാണ് അവിടെ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഈ ഒരു ബൈയിങ് ബിഹേവിയർ കോംപ്ലക്സിറ്റി ബൈയിങ് ബിഹേവിയർ ഉണ്ടായിരിക്കാം, ഡിസോണൻസ് റെഡ്യൂസിങ്, ഹാബിച്വൽ, വെറൈറ്റി സീക്കിങ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിൽ പല ചേഞ്ചസുകളും വരാം. ഇപ്പോൾ വെറുതെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി വെറുതെ ഷോപ്പിംഗ് മാളിൽ ഒരു കാര്യമില്ലാതെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോവും. സോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്സ് കണ്ട് ആ പ്രോഡക്റ്റ്സ് അവിടെ വാങ്ങാൻ വന്നൊരു ഇൻറ്റൻഷൻ അവിടെ വരും. ദാറ്റ് ഇസ് ഹാബിച്വൽ അല്ലെങ്കിൽ വെറൈറ്റി സീക്കിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും. അപ്പം ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സമയത്ത് വരുന്ന ഒരു ആക്ഷനും ആ ഒരു പ്രോസസ്സിനൊക്കെ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് പറയുക. ഇനി ബൈയിങ് ഡിസിഷൻ പ്രോസസ്സുകളുണ്ട്. ഒരു ഗുഡ്സ് വാങ്ങുന്ന ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് വെറും നമ്മുടെ ഷോർട്ട് PDF ആണ്, കേട്ടില്ലേ? ഷോർട്ട് PPT ക്ലാസ് ആണ്. ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ അടങ്ങിയ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എക്സാം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷനായിട്ട് എക്സാം സമയത്ത് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം റെക്കഗ്നീഷൻ, നമ്മൾ ആ ഒരു പ്രോബ്ലം അറിയുക. ദെൻ അതിൻ്റെ ഇൻഫർമേഷൻസുകൾ സെർച്ച് ചെയ്യുക. അതിൻ്റെ ബേസിൽ ഓൾട്ടർനേറ്റീവ്സുകൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ നമ്മൾ പർച്ചേസ് ഡിസിഷൻ എടുക്കുക, പ്രോഡക്റ്റ് വാങ്ങുക. അതാണ് പർച്ചേസ് ഡിസിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, പ്രോഡക്റ്റ് വാങ്ങി ദെൻ ആ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ മെയിനായിട്ട് പോകുന്നതാണ് നമ്മുടെ പോസ്റ്റ് പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് വലിയൊരു എന്താ പറയുക, ഒരു എസ്സേ ആയിട്ട് എഴുതാൻ പറ്റുന്ന വലിയൊരു കോൺസെപ്റ്റാണ്. നമ്മളതിനെ ക്രോഡീകരിച്ച് ബ്രീഫാക്കിയിട്ട് 4 പോയിൻ്റായിട്ട് നമ്മളതിനെ കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. കൾച്ചറൽ, സോഷ്യൽ, പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ. സോ കൾച്ചറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്നുണ്ട്. അതായത് ട്രഡീഷൻസുകൾ, വാല്യൂസ്, അതായത് കൾച്ചറലി അവർക്കുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലീജിയസിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 റിലീജിയൻസിൽ പെട്ട ആൾക്കാർ, അപ്പോൾ ഒരു വിഭാഗം ചിലപ്പോൾ വേണമെങ്കിൽ ആരാധനയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അബായ, പർദ്ദ, ഖുറാൻ അങ്ങനെയുള്ള കാര്യങ്ങളെടുത്തായിരിക്കാം ഒരു കൾച്ചറലി ഒരു കാര്യങ്ങൾ അവിടെ നേടിയെടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ ചില ആൾക്കാർ ട്രഡീഷൻ്റെ ബേസിൽ വാങ്ങുകയാണെങ്കിൽ ഇപ്പം
ഈ ഒരു പ്രൊഡക്റ്റ് പണ്ട് മുതലേ അവരുടെ വീട്ടിൽ വാങ്ങുന്നതാണ്. സോ അവരങ്ങനെ വാങ്ങാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫാമിലി, പീർ ഗ്രൂപ്പ്സ്. എൻ്റെ ഫാമിലിയുള്ളവർ ഈ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുക, സോ ഞാനത് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ബേസിൽ പ്രോഡക്റ്റ് വാങ്ങുന്നവരുണ്ടായിരിക്കും. അപ്പം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ തരത്തിലുള്ള ലിപ്സ്റ്റിക്സും അതേപോലെ തന്നെ ഐലൈനറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഞാനത് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ രീതിയിൽ മെയിനായിട്ട് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ ബേസിലും പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവരുണ്ടായിരിക്കാം. ഇനി പേഴ്സണൽ നമ്മുടെ ഏജ്, ലൈഫ് സ്റ്റൈലൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഹൈ ഇൻകം ഉള്ള ആൾക്കാരാണ്. സോ നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അല്ലേ. നമ്മുടെ ഏജ് കാറ്റഗറി ഇപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കളിപ്പാട്ടങ്ങളോടായിരിക്കാം ആഗ്രഹം. കുറച്ചും കൂടിയും ഒരു അഡൾട്ട്ഹുഡ് ആകുമ്പോൾ ഇപ്പോൾ മേ ബി ഗേൾസ് ആവുകയാണെങ്കിൽ ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളോടാവാം ഇഷ്ടം. കുറച്ചും കൂടിയും ഏജ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ സാരി, ചുരിദാർ അങ്ങനെയുള്ള കാര്യങ്ങളാവും ഇഷ്ടം. അപ്പം ഇങ്ങനെ ഏജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയും ഇതേപോലെ തന്നെ നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി വരുന്നത് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ പർപ്പസുകൾ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഇപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. എന്നാൽ മറ്റുള്ളവർ വാങ്ങുന്നത് കണ്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രചോദനം മൂലം നീ അത് വാങ്ങി ഉപയോഗിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് അവിടെ സൈക്കോളജിക്കൽ ബേസിൽ വരുന്നതാണ്. അതായത് ഒരു മോട്ടിവേഷൻ്റെ ബേസിൽ പ്രൊഡക്റ്റുകൾ വാങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങുന്നത് കണ്ടിട്ട് വാങ്ങാം. അതൊക്കെയാണ് സൈക്കോളജിക്കൽ ബേസിൽ വരുന്ന ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ ഈ കീ വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് എക്സാമിന് എസ്സേക്ക് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മീനിങ് ഓഫ് മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ കൺസ്യൂമർ ബിഹേവിയറും അതിൻ്റെ ബേസിസും ഫാക്ടേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്. ഫിലിപ്പ് കോട്ട്ലറുടെ ഒക്കെ ഒരുപാട് ഡെഫിനേഷനുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെഫിനേഷൻ പഠിക്കാം. ഇവിടെ ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ് പ്രോഫിറ്റബിലിറ്റി. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണല്ലേ. ഐഡൻറ്റിഫൈ ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് നമ്മുടെ മാർക്കറ്റിംഗ്. വിത്ത് കൺസിഡറേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി, ലാഭം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മുടെ മാർക്കറ്റിങ്ങിലുണ്ട്. അതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് അറിയണമെങ്കിൽ ആദ്യം എന്താണ് മാർക്കറ്റ് എന്ന് അറിയണം. പണ്ട് കാലത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പറയുക, പണ്ട് കാലത്ത് മാർക്കറ്റിന് നമ്മൾ ഒരു ഏരിയ എന്നാണ് പറഞ്ഞിരുന്നത്. നോട്ട് ചെയ്യുക, ഏരിയ. പക്ഷേ ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് ഒരു ഏരിയ അല്ല, മാർക്കറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം. അതായത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ഇൻ്റർനെറ്റ് യുഗം വന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്, ഇ കൊമേഴ്സ്, വെബ്സൈറ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് കുതിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം വെർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബൗട്ട് ആൻഡ് സെയിൽ. ഗുഡ്സുകളും സാധനങ്ങളും സേവനങ്ങളും സെല്ല് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ മീനിങ് നിങ്ങൾ പഠിച്ചു, മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നേച്ചർ ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ അറിയണം. അതായത് ഒരുപാട് പോയിന്റുകളുണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്, അതായത് എപ്പോഴും ചേഞ്ചബിൾ ആണ് അല്ലേ. പുതിയ ട്രെൻഡ് വരുമ്പോൾ അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. നോക്കിയയുടെ പണ്ട് ഇറങ്ങിയ ഫോണാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. പണ്ടത്തെ കീപാഡിൽ നിന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിൽ ഐഫോൺ തന്നെ പണ്ടത്തെ ഐഫോണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുള്ള ഐഫോണായി മാറി. ദെൻ കണ്ടിന്യൂസ് പ്രോസസ്സാണല്ലേ, എപ്പോഴും ഈ ബൈയിങ്ങും സെല്ലിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരിക്കലും അതിനൊരു എൻഡ് ഇല്ല. സോ ഇറ്റ് ഈസ് നെവർ എൻഡിങ് പ്രോസസ് ആൻഡ് കസ്റ്റമർ ഓറിയൻറ്റഡ്, സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാൺസ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെയും ആൻഡ് വാൺസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന് പ്രൊവൈഡിങ് ദ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക എന്നതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ഫോക്കസ്, മാർക്കറ്റിൽ നല്ല ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, സെല്ലറും ബയ്യറും തമ്മിൽ നല്ല ഒരു കോർഡിനേഷൻ റിലേഷൻഷിപ്പിൽ, സെല്ലറും ബയ്യറും അല്ലേ, സെല്ലർ ആൻഡ്
ബയ്യർ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാങ്ങുകയുള്ളൂ. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ദെൻ സൊസൈറ്റിയൽ അപ്രോച്ച് വെറും ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമായിരിക്കരുത് ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ കാര്യം. എത്തിക്സ് കൂടി നമ്മുടെ മാർക്കറ്റിങ്ങിൽ കൺസിഡർ ചെയ്യണം. എത്തിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, എവരി കസ്റ്റമർ ഇസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. സോ വി ക്യാൻ പ്രൊവൈഡ് ദ ക്വാളിറ്റി ഗുഡ്സ് അല്ലേ, ആൻഡ് കൺസിഡർ ദ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സുകളായിരിക്കണം മെയിനായിട്ട് കൊടുക്കേണ്ടത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. മാർക്കറ്റിംഗ് ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവസീവ് ആണ്, ഓൾ ഫാക്ടേഴ്സിൽ മാർക്കറ്റിംഗ് വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് അല്ലേ? അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയാൻ പോകുകയാണെങ്കിൽ പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഒരു പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുക. എങ്ങനെ ഡിസൈൻ വേണം, അതെങ്ങനെ സെല്ല് ചെയ്യണം, ഏത് മാർക്കറ്റിൽ സെല്ല് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കണം. അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സും കൂടിയും അവിടെ ഇൻവോൾവ് ആയിരിക്കണം. ദെൻ പ്രൈസിങ് ആൻഡ് പ്രൊമോഷൻ അല്ലേ, പ്രൊമോഷൻ അത്യാവശ്യം ഉള്ള പ്രോഡക്റ്റുകൾക്കൊക്കെ നല്ല ഹെവി പ്രൈസുകളായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, പ്രോഡക്റ്റ് ഹോൾസെയിലർക്ക്, റീറ്റെയിൽ, അങ്ങനെ പല ആളുകളിലേക്ക് എത്തിക്കണം. ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസ് ഒക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ദെൻ മാർക്കറ്റ് റിസർച്ച് ആൻഡ് CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മാർക്കറ്റ് എപ്പോഴും നിലനിന്ന് പോവുകയുള്ളൂ. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് വെറും പോയിൻ്റാണ്. നിങ്ങൾ ഓരോ പോയിൻറ്റിനെയും എക്സ്ട്രാ ആഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം, കേട്ടില്ലേ? അപ്പോൾ മാർക്കറ്റ് ക്രിയേറ്റ് അവെയർനെസ്, ദെൻ ബിൽഡ് ലോയാലിറ്റി, ബ്രാൻഡ് ലോയാലിറ്റി, ഒരു ബ്രാൻഡ് ലോയാലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരിക്കാം. ദെൻ ഇൻക്രീസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്, എയ്ഡ് ഇക്കണോമിക് ഗ്രോത്തിന് സഹായിക്കും. മാർക്കറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും. ഫൈനലി നമ്മുടെ GDP, GNP, ദെൻ ഇക്കണോമിക് ഗ്രോത്തൊക്കെ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത്രയാണ് ഇമ്പോർട്ടൻസ്. എക്സാമിന് 6 മാർക്കിനൊക്കെ ആവും ചോദിക്കുക. അപ്പോൾ ഇത് കൂടെ നിങ്ങൾ എക്സ്ട്രാ പോയിൻ്റ് ആഡ് ചെയ്താൽ നിങ്ങൾ ഓരോ പോയിൻറ്റിനും എക്സ്പ്ലനേഷൻ എഴുതുക. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ചും നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് എഴുതണം. ഇനി മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കാം, പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കാം, സെല്ലിംഗ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കാം, ആൻഡ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇത്രയും 4 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ മാർക്കറ്റ് കോൺസെപ്റ്റിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എഫിഷ്യൻസിക്കാണ് ഇമ്പോർട്ടൻസ് അല്ലേ. ദെൻ ലോവർ കോസ്റ്റ് ആയിരിക്കാം, ലോവർ കോസ്റ്റാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയപ്പോൾ അതിന് വെറൈറ്റി ആയിട്ട് വേറൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവിടെ ഇറക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ ഡീൽ ചെയ്യുക, അതിനവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. എക്സാമ്പിളായിട്ട് ഫോർഡ് കാർഡിൻ്റെ മോഡൽ T ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫോർഡ് ഒരു കാർ ഇറക്കി, സോ അവർ വീണ്ടും മെഗെയിനായിട്ട് പുതിയ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്ന് അടുത്ത പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇന്നവേറ്റീവായിട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുക. റോ മെറ്റീരിയൽസ് ആണെങ്കിലും അവിടെ ക്വാളിറ്റിയിൽ ഒരു അഷുറൻസും ഇല്ല. നമ്മുടെ ആപ്പിളൊക്കെ ഐഫോണൊക്കെ അതിന് എക്സാമ്പിളായിട്ട് വരുന്ന ഒന്നാണ്. ദെൻ സെല്ലിംഗ് കോൺസെപ്റ്റ്, സെയിലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അഗ്രസീവായിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, നല്ല പരസ്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുക, ആ പ്രോഡക്റ്റ് ആളുകളെ കൊണ്ട് വാങ്ങിക്കുക, മാക്സിമം സെയിൽ അവിടെ കൂട്ടുക. അതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് ഒക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അതായത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, കസ്റ്റമേഴ്സിന് റൈറ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ റീസണബിൾ പ്രൈസിൽ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ആമസോൺ ഓൺലൈൻ പർച്ചേസ് ആപ്പുകളൊക്കെ അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്.
ഇനി മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ. ഇവിടെ മിസ്സ് ഒരു പോയിൻ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ പോയിൻ്റ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ വല്ല 2 മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് എഴുതിയാൽ മതിയാവും. ഇനിയിപ്പോൾ ഒരു എക്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബേസിൽ നിങ്ങൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാൻ. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ, വാണ്ട്സിനെ ആൻഡ് ലോങ് ടേം കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. മെയിനായിട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ ഷോർട്ട് ടേം ആണ് സെല്ലിംഗ്, ഒരു ഷോർട്ട് ടേം കോൺസെപ്റ്റാണ്. മാർക്കറ്റിംഗ് ഒരു ലോങ് ടേം പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ലോങ് ടേമിലേക്കാണ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. സെല്ലിംഗ് ഷോർട്ട് ടേമിലേക്ക്, ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുക കാര്യങ്ങളിലേക്ക് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഒരു മാർക്കറ്റിലെ ഇൻറ്റേർണലും ആൻഡ് എക്സ്റ്റേണൽ വിത്തിൻ ദ മാർക്കറ്റ് ആൻഡ് ഔട്ട്സൈഡ് ദി മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അടങ്ങുന്ന ഒരു മൊത്തം ഒരു എൻവിറോൺമെൻറ്റാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്. മാർക്കറ്റും മാർക്കറ്റിൻ്റെമായി ബന്ധപ്പെട്ട അനുബന്ധ എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് വരും. ഇക്കണോമിക്കൽ ഫാക്ടേഴ്സും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും സോഷ്യൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ വരും. നമുക്ക് പെസ്റ്റിലി പറഞ്ഞൊരു ഷോർട്ട് ഫോം ഉണ്ട്, അത് വെച്ച് പഠിക്കാം. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ, നിങ്ങളുടെ ഫൗണ്ടേഷനിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ് എൻവിറോൺമെൻറ്റിൽ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇനി ഇക്കണോമിക് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് 2 ടൈപ്പാണ് കേട്ടില്ലേ. മൈക്രോയും ഉണ്ട്, മാക്രോയും ഉണ്ട്. ഇത് PPT ഇല്ല, എക്സ്ട്രാ ആഡ് ചെയ്ത്. മൈക്രോ എൻവിറോൺമെൻറ്റും ഉണ്ട്, മാക്രോ എൻവിറോൺമെൻറ്റും ഉണ്ട്. മൈക്രോ, മാക്രോ. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ, അതായത് കസ്റ്റമേഴ്സ്, സപ്ലൈസ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്നുള്ളൂ. മാക്രോയിലാണ് ഈ പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് ഇങ്ങനത്തെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് വേണം നിങ്ങൾ എഴുതി വയ്ക്കാൻ. ഓക്കെ, കേട്ടില്ലേ? അപ്പം എക്കണോമിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് നമ്മുടെ ഇക്കോണമിയുടെ GDP, ഇൻഫ്ലേഷൻ, ഇൻകം റേറ്റുകൾ, ഇക്കണോമിക് പോളിസികൾ, എംപ്ലോയ്മെൻറ്റിൻ്റെ ലെവൽസ്, കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഇക്കണോമിക് എൻവിറോൺമെൻറ്റ് ഡീൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവിറോൺമെൻറ്റ് ആ രാജ്യത്തെ പൊളിറ്റിക്കൽ പോളിസീസുകൾ, പൊളിറ്റിക്കൽ ആൻഡ് അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ്, ലോകൾ, ട്രേഡ് റെഗുലേഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ, ലീഗൽ എൻവിറോൺമെൻറ്റിൽ വരുന്ന അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി സോഷ്യൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ലൈഫ് സ്റ്റൈല്, കൾച്ചർ, ഡെമോഗ്രാഫിക് ആൻഡ് എഡ്യൂക്കേഷനുകൾ, സോഷ്യൽ വാല്യൂസ്, നോംസ് തുടങ്ങിയ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ എൻവിറോൺമെൻറ്റിൽ വരും. ഒരു മാർക്കറ്റിങ്ങിന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ എൻവിറോൺമെൻറ്റിൽ വരുന്നതാണ്. ഇത് ടെക്നോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാമല്ലോ, ഇപ്പം നമ്മളൊരു AI യുഗമാണ്. നമുക്ക് AI മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. നമ്മളത് തുടർന്ന് വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പം ഇൻ്റർനെറ്റിൻ്റെ ബേസ് കൊണ്ട് പുതിയ പുതിയ ടെക്നോളജികൾ, AI ടൂൾസുകൾ മാർക്കറ്റിങ്ങിൽ കൊണ്ടുവരിക, ഡിജിറ്റൽ ടൂൾസ് കൊണ്ടുവരിക, ഇന്നൊവേഷൻ, ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒന്നാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പോൾ എൻവിറോൺമെൻറ്റുകൾ നമ്മൾ പഠിച്ചു കേട്ടില്ലേ. ഇത്രയൊക്കെയാണ് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ വരുന്ന ഷോർട്ട് പോയിൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് BCG മാട്രിക്സ്. ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് BCG മാട്രിക്സ്. അപ്പോൾ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക, BCG മാട്രിക്സ്. നമുക്ക് ഇങ്ങനെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെയാണ് പഠിക്കാനുള്ളത്. ആ പിക്ചർ മിസ്സിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളത് ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റാറൊക്കെ അങ്ങനെ പഠിക്കണം കേട്ടില്ല. അപ്പോൾ BCGൻ്റെ ഫുൾ ഫോം ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പാണ്. അതായത് 2x2 മാട്രിക്സ് ആണ്. മാർക്കറ്റിൻ്റെ ഷെയറും മാർക്കറ്റിൻ്റെ ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കുന്ന ഒന്നാണ്. 2x2, അതായത് മൊത്തം 4 ക്വാർട്ടൻസ് ആണ് വരുന്നത്. അതായത് സ്റ്റാർ, ക്യാഷ് കൗസ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്. ആദ്യം വരിക സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്, ഇവിടെ ഡോഗ്, ദെൻ അതേപോലെ തന്നെ ഇവിടെ കൗ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രോത്തും ഹൈ ഷെയറുള്ള കാറ്റഗറീസ്. ഹൈ ഗ്രോത്തും ഹൈ ഷെയറും നമ്മൾ സ്റ്റാറുണ്ട്, ഒരു സ്റ്റാർ കാറ്റഗറിയാണ്. ഐഫോണൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ക്യാഷ് കൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹൈ ഷെയർ ആയിരിക്കാം, പക്ഷേ ഗ്രോത്ത് ലോ ഗ്രോത്ത് ആയിരിക്കാം. പക്ഷെ അവർക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടായിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യാനും. കൊക്കക്കോളൊക്കെ ക്യാഷ് കൗവിന് എക്സാമ്പിളാണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ
എല്ലാം കുറവായിരിക്കും. ഷെയർ ഭയങ്കര കുറവായിരിക്കാം. പക്ഷെ അവർക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ മാർക്കിന്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിന് ഷെയർ കുറവായിരിക്കാം, ഗ്രോത്ത് ഉണ്ടായിരിക്കാം. ക്യാഷ് കൗ ആകുമ്പോൾ ക്യാഷ് കൗവിന് ഗ്രോത്ത് കുറവായിരിക്കാം, ഷെയർ ഉണ്ടായിരിക്കാം. അപ്പോൾ രണ്ടുമുള്ളത് സ്റ്റാർ, ഹൈ ഷെയറും ലോ ഗ്രോത്തും ഉള്ളത് നമ്മുടെ ക്യാഷ് കൗ. ക്വസ്റ്റ്യൻ മാർക്കിന് ലോ ഷെയറും ഹൈ ഗ്രോത്തും ആയിരിക്കാം. ഒരിക്കലും മാറിപ്പോയത് ഇങ്ങനെ പഠിക്കുമ്പോൾ കേട്ടില്ലേ, ഡോഗിന് രണ്ടും കുറവായിരിക്കാം. DVD പ്ലെയറല്ല, ഇപ്പോഴത്തെ കാലത്ത് DVDക്കൊന്നും വലിയ ഗ്രോത്തും ഒരു ഷെയറൊക്കെ ഇല്ല, കുറവുള്ള ഒന്നാണ്. അപ്പോൾ ഇതാണ് BCGയുടെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, ഇതിലും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും നോട്ട് എഴുതി പഠിക്കുക. ഇതിൻ്റെ താഴെ നിങ്ങൾ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനും എഴുതി വെക്കണം. ദെൻ BCGയുടെ ഫുൾ ഫോം ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ്, അതും കൂടി നിങ്ങൾ മറക്കാണ്ട് ആഡ് ചെയ്യുക. ഇനി നമുക്കതിൽ പഠിക്കേണ്ട ഒന്നാണ് GE മെട്രിക്സ്, അതായത് ജനറൽ ഇലക്ട്രിസിറ്റി, അതായത് മെക്കൻസി ആണ് ഈ മെട്രിക്സ് കൊണ്ടുവന്നത്. ജനറൽ ഇലക്ട്രിക് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ നെയിം വരുന്നത്. മെയിനായിട്ട് ഇത് ഗ്രീന്, യെല്ലോ ആൻഡ് അതേപോലെ തന്നെ റെഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ചാർട്ടിൽ വരുന്നത്. മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ്സും ഗ്രോത്തും ബേസ് ചെയ്യുന്ന ഒന്നാണ്. ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്, ഹൈ എപ്പോഴും അവർക്ക് 3 ലെവൽ ഉണ്ടായിരിക്കാം, ഹൈ, മീഡിയം, ലോ. ഹൈ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉള്ളതായിരിക്കാം, മീഡിയത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കാം, ദെൻ ലോയിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ഹാർവെസ്റ്റോ ഡൈവെസ്റ്റ് ആയിരിക്കാം വേണ്ടി വരുന്ന ഒന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി ഇതിൽ നിങ്ങൾ നോക്കി വെക്കണം. ഇതിൽ വരുന്ന ഗ്രീന് ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, യെല്ലോ ഏകദേശം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളത്, ദെൻ റെഡ് ഹാർവെസ്റ്റ് സെക്ഷൻ, അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാവും. ഇനി GE മെട്രിക്സിൻ്റെ എക്സാമ്പിളായിട്ട് ഹൈ കൊടുത്തിരിക്കുന്നത് ആപ്പിളിൻ്റെ വിയറബിൾസുകളാണ്, മീഡിയം റേഞ്ചിൽ സാംസങ് ടാബ്ലറ്റ്സ് ഉണ്ട്, ലോ ആകുമ്പോൾ ഫിലിം ക്യാമറകളൊക്കെയാണ് ഏറ്റവും ലോ സെക്ഷനിൽ വരുന്നത്. ഈ എക്സാമ്പിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, കേട്ടില്ലേ. ഈ എക്സാമ്പിൾസ് നിർബന്ധമാണ്, ചത്ത നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് വളരെ ഉപകാരപ്പെടും. ഇനി നമുക്കൊരു കൺക്ലൂഷൻ പാർട്ടിക്ക് കിടക്കാം. നമ്മുടെ ഒരു അരമണിക്കൂറിൽ നമ്മൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. പോർട്ട്ഫോളിയോ ടൂൾസുകൾ ഒരുപാടുണ്ട്. ദെൻ മാർക്കറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി, ഇന്നോവേഷൻ ആൻഡ് കസ്റ്റമർ ഫോക്കസ്. ഈ ഒരു 3 കാര്യങ്ങളും ബ്ലെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എപ്പോഴും നല്ല നല്ല ഗ്രോത്തുകളും അച്ചീവ്മെൻറ്റ്സും മാർക്കറ്റിൽ പൊട്ടൻഷ്യലായി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഏകദേശത്തോളം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ PPT നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കുക, കേട്ടില്ല. കൂടുതൽ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ തുടർന്നും ഓരോ പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.